ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നുള്ള സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ടേം ഓഫ് പേറ്റൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊസീജിയർ എന്നുള്ളത്, അതായത് പേറ്റൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടേം ഓഫ് പേറ്റൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എത്ര നാളാണ് ഈ പേറ്റൻറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 53 ഓഫ് ദി ആക്ടിൻ്റെ അകത്താണ് ഈ ഒരു പേറ്റൻറ്റ്സ് ആക്ട് 1970 ടേം പേറ്റൻറ്റ് എന്താണെന്ന് പറയുന്നത്. അതിനുശേഷം ഇത് പേറ്റൻറ്റ്സ് അമെൻമെൻറ്റ് ആക്ട് 2002 വഴി സെക്ഷൻ 53 അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അമെൻമെൻറ്റിന് മുന്നേ ഒരു ഇൻവെൻഷൻ വരുമ്പം അവിടെ, അതായത് ഒരു ഇൻവെൻഷൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് മാനുഫാക്ചറായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ അതിപ്പം which can be used as a food, medicine or drug, the term of patent would be 5 years from the date of sealing or 7 years from the date of patent, whichever period is shorter. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ അമെൻമെൻറ്റിന് മുന്നേ ഇപ്പോൾ ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ആ സബ്സ്റ്റൻസ് പറയുമ്പം ഫുഡായിട്ടോ അല്ലെങ്കിൽ മെഡിസിനായിട്ടോ ഡ്രഗായിട്ടൊക്കെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ്, അതിൻ്റെ മാനുഫാക്ചറിൻ്റെ എന്തെങ്കിലും ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവെൻഷനായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻവെൻഷനായിട്ട് ബന്ധപ്പെട്ട ഒരു പേറ്റൻ്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേം എന്ന് പറയുന്നത് 5 years ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എപ്പോൾ തൊട്ടാണ്, ഒന്നെങ്കിൽ ആ ഒരു സീലിംഗ് തൊട്ട് 5 yearsഉം അല്ലെങ്കിൽ പേറ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞ് 7 yearsഉം, ഇങ്ങനൊരു കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് പേറ്റൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ ഈ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ മേക്ക് ചെയ്യുന്നത് ആ ഡേറ്റാണ് പറയുന്നത്. ആ ഡേറ്റ് തൊട്ട് 7 വർഷമോ അല്ലെങ്കിൽ ഇതിൻ്റെ സീലിംഗ്, നമ്മൾ പറഞ്ഞില്ലേ ഇത് പേറ്റൻറ്റ് കൊടുക്കുന്ന സമയത്ത് സീൽ ചെയ്ത് കൊടുക്കുക, അപ്പോൾ ആ ഒരു സീലിങ്ങിൻ്റെ ഡേറ്റ് തൊട്ട് 5 വർഷമോ, ഇങ്ങനെ 2 ടൈം പീരീഡ് ആയിരുന്നു. ഇതിൽ ഏതാണോ ചെറുതായിട്ട് വരുന്നത്, ഷോർട്ടറായിട്ട് വരുന്നത്, ആ പീരീഡ് ആയിരിക്കും അവിടെ ടേം ആയിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ ഒരു ഫുഡോ മെഡിസിനോ അങ്ങനെയുള്ള സബ്സ്റ്റൻസിൻ്റെ മാനുഫാക്ചറിങ് അതുപോലെയുള്ള പ്രോസസ്സ് മെത്തേഡൊക്കെ വരുന്ന ഇൻവെൻഷൻ ആണെന്നുണ്ടെങ്കിൽ. പിന്നീട് ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ഇൻവെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ടേം എന്ന് പറയുന്നത് 14 years ഫ്രം ദ ഡേറ്റ് ഓഫ് പേറ്റൻ്റ് ആയിരിക്കും. 14 വർഷത്തിൻ്റെ കണക്കാണ് പറയുന്നത്. സോ മെഡിസിനോ ഫുഡ് അങ്ങനെയൊക്കെ ഉള്ള അതിൻ്റെ പ്രോസസ്സ് വരുവാണെന്നുണ്ടെങ്കിൽ 5 yearsഉം പിന്നെ 7 yearsഉം, അത് ഏതാണ് ഷോർട്ടർ അത് പറയുന്നുണ്ട്. ദെൻ മറ്റ് കാര്യങ്ങൾ വരുമ്പോൾ 14 years. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രിപ്സ് എഗ്രിമെൻ്റ് പ്രകാരം ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മേലെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. എന്താണ്? ടു ഇൻക്രീസ് ദ ടേം ഓഫ് പേറ്റൻറ്റ് ടു 20 years ഫോർ പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് പേറ്റൻറ്റ് ഇൻ ഓർഡർ ടു ഗീവ് എഫക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ട്രിപ്സ് എഗ്രിമെൻറ്റ്. എന്ന് പറഞ്ഞാൽ ട്രിപ്സ് എഗ്രിമെൻറ്റിൻ്റെ പ്രൊവിഷൻസിന് ഒരു ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ട്രിപ്സ് എഗ്രിമെൻറ്റിൽ ഇന്ത്യയും ഒരു പാർട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സിഗ്നേറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മേൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മേലൊരു ഒബ്ലിഗേഷൻ ഉണ്ട്. എന്താണ്? ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രോസസ്സിന് വേണ്ടിയുള്ള ആ ഒരു പേറ്റൻറ്റിൻ്റെ ടേം എന്ന് പറയുന്നത് 20 വർഷമായിട്ട് ഇൻക്രീസ് ചെയ്യണം എന്നുള്ള, 20 വർഷത്തേക്ക് ആ ഒരു പേറ്റൻറ്റിൻ്റെ ആ ഒരു ടേം കൊടുക്കണം എന്നുള്ളൊരു കാര്യം അതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒബ്ലിഗേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ട്രിപ്സ് എഗ്രിമെൻറ്റിന് ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടി 2002 സെക്ഷൻ 53 അമെൻഡ് ചെയ്തു. കാര്യം അതിന് മുന്നേ 5 വർഷം, 7 വർഷം, 14 വർഷമൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഈ അമെൻമെൻറ്റിന് ശേഷം പേറ്റൻറ്റിൻ്റെ ടേം 20 എന്നുള്ളൊരു കണക്കിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. 14 എന്നൊക്കെ മാറി 7, 5 എന്നൊക്കെ മാറി 20 ആക്കി. അപ്പോൾ സെക്ഷൻ 53 സബ്സെക്ഷൻ 1 അത് പറയുന്നുണ്ട്, ടേം ഓഫ് പേറ്റൻറ്റ് ഗ്രാൻഡഡ് ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ പേറ്റൻറ്റ്സ് അമെൻമെൻറ്റ് ആക്ട് 2002 ഷാൽ ബി 20 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോർ ദ പേറ്റൻറ്റ്. പേറ്റൻറ്റിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞ് ആ ദിവസം തൊട്ട് 20 വർഷം വരെ, അതാണ് എന്താണ് ഈ ഒരു പേറ്റൻറ്റിൻ്റെ ടേം എന്നുള്ളത് സെക്ഷൻ 53 സബ്സെക്ഷൻ 1 പറയുന്നുണ്ട്. ഇനി എക്സിസ്റ്റിംഗ് പേറ്റൻറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പയർഡ് ആയിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഈ 2002 കമൻസ്മെൻറ്റ്, ഈ ഒരു ആക്ട് അമെൻമെൻറ്റ് വന്നതോടുകൂടി ഇത് അതിൻ്റെ ആ ഒരു അത് സ്റ്റോപ്പായിട്ടുമില്ല. ആ ഒരു പേറ്റൻറ്റ് അപ്പോഴും കണ്ടിന്യൂ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അതും ഈ ഒരു പേറ്റൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് ആ ഡേറ്റ് തൊട്ട് 20 വർഷം വരെ അതിനും കിട്ടും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേറ്റൻറ്റിനും ഈ കാര്യം ബാധകമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിൽ തന്നെ ലാപ്സ് ഓഫ് പേറ്റൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് ലാപ്സ്ഡ് പേറ്റൻ്റ് ഉണ്ട്. അതായത് ഈ ടൈം കഴിഞ്ഞു പോയ പേറ്റൻറ്റുകളെ പറ്റിയും പറയുന്നുണ്ട്. ആ ടൈം കഴിഞ്ഞു പോയത് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം.
അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 53 സബ്സെക്ഷൻ 2 പറയുന്നതാണ്, ഈ പേറ്റൻറ്റ്സ് ആക്ടിൻ്റെ തന്നെ, ഒരു പേറ്റൻറ്റ് സീസ് ടു ഹാവ് ഇഫക്റ്റ് ഓൺ ദി എക്സ്പയറേഷൻ ഓഫ് ദി പീരീഡ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് റിന്യൂവൽ ഫീ ഇഫ് ദാറ്റ് ഫീ ഈസ് നോട്ട് പെയ്ഡ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് ഓർ വിത്തിൻ ദ പീരീഡ് ഓഫ് എക്സ്റ്റെൻഡഡ് ബൈ ദ കൺട്രോളർ എക്സ്റ്റെൻഡ് ചെയ്ത ആ ഒരു പീരീഡിനുള്ളിലോ അല്ലെങ്കിൽ ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പീരീഡിനുള്ളിലോ ഫീസ് പേ ചെയ്തില്ല. എന്ത് ഫീസാണ്? ഈ പേറ്റൻറ്റ് റിന്യൂ ചെയ്യണം. അപ്പോൾ ആ ഒരു റിന്യൂവൽ ഫീ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, പേ ചെയ്യാതിരിക്കുമ്പം ആ ഒരു ഡേറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഉടനെ എന്ത് പറ്റും? ആ ഡേറ്റ് എക്സ്പയർ ആവുന്നതോടുകൂടി പേറ്റൻറ്റും അതിൻ്റെ ആ ഒരു വാലിഡിറ്റി അവിടെ തീരുകയാണ്, അതിൻ്റെ എഫക്റ്റ് അവിടെ തീരും. അപ്പം റൂൾ 80 ഓഫ് ദ പേറ്റൻറ്റ്സ് റൂളിൽ പറയുന്നുണ്ട്, ഇഫ് ഇറ്റ് ഈസ് ഡിസൈഡ് ടു കീപ്പ് എ പേറ്റൻറ്റ് ഇൻ ഫോഴ്സ് ഫോർ ദ ടേം ഓഫ് ദ പേറ്റൻറ്റ്, ദ റിന്യൂവൽ ഫീസ് സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ shall be remitted to the patent office before the expiration of the second year from the date the patent or the succeeding year. അപ്പോൾ അതെന്താ പറയുന്നത്? ഇതിപ്പോൾ പേറ്റൻറ്റ്സ് ആക്ടിൻ്റെ അകത്ത് സെക്ഷൻ 53 സബ്സെക്ഷൻ 2 പറഞ്ഞ കാര്യമാണ്. ഫീസ്, ആ റിന്യൂവൽ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു പീരീഡ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നാണ്, അത് ആ ഒരു പേറ്റൻറ്റ് സ്റ്റോപ്പ് ആവും, അതിൻ്റെ എഫക്റ്റ് തീരും എന്നുള്ള കാര്യം. അതേപോലെ തന്നെ പേറ്റൻറ്റ് റൂൾസിൻ്റെ അകത്ത് റൂൾ 80 പറയുന്നുണ്ട്, 80 റൂൾ 80 പറയുന്ന കാര്യമാണ്, ഒരു പേറ്റൻറ്റ് ഇതിന് ശേഷവും ഒരു ഫോഴ്സിൽ നിൽക്കണം എന്ന് താല്പര്യപ്പെടുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ, ആ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഷെഡ്യൂളിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള റിന്യൂവൽ ഫീ പേറ്റൻറ്റ് ഓഫീസിലേക്ക് അടച്ചിരിക്കണം. എപ്പോഴാണ്? ഈ പേറ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞ് ആ ഒരു സെക്കൻഡ് ഇയറിൻ്റെ എക്സ്പയറേഷന് മുന്നേ ആയിട്ട് വേണം പേറ്റൻറ്റ് ഓഫീസിൽ ഈ ഒരു ഫീസ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു സക്സീഡിങ് ഇയറിന് മുന്നേ ആയിട്ട്, അതിൻ്റെ എക്സ്പയറേഷന് മുന്നേ ആയിട്ട് ഫീസ് കൊടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഫീസ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്, ആ ഒരു പേറ്റൻറ്റ് ഫോഴ്സിൽ നിൽക്കത്തുള്ളൂ എന്നാണ്. അപ്പോൾ അത് ആക്ടിലും പറഞ്ഞിട്ടുണ്ട്, റൂളിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പം ഈ ഒരു റിന്യൂവൽ ഫീ പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ പേറ്റൻറ്റിയോ അല്ലെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവോ അടച്ചില്ല എന്ന്, ഫെയിലിയറായി, അത് പേ ചെയ്യാനായിട്ട് അയാൾക്ക് പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കാരണം വെച്ചിട്ട് ഒരു പേറ്റൻറ്റ് അതിൻ്റെ ഇഫക്റ്റ് അവിടെ തീരുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എപ്പോഴാണ്? വിത്തിൻ 18 months ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേറ്റൻറ്റ് സീസ് ടു ഹാവ് ഇഫക്റ്റ് മേക്ക് ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ദ പേറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേറ്റൻറ്റ് എപ്പോഴാണ്, അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് പേറ്റൻറ്റ് അവിടെ അതിൻ്റെ അത് വാലിഡിറ്റി തീരുവാണ്. അപ്പോൾ അങ്ങനെ തീരുന്ന സമയം തൊട്ട് ഒരു 18 month ടൈം പറയുന്നുണ്ട്. ആ ഒരു 18 monthനുള്ളിൽ ഈ പേറ്റൻറ്റ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ മേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത്, രജിസ്ട്രേഷന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീ ആ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ പേ ചെയ്യാതിരുന്നത്, അത് എന്തുകൊണ്ട് ഫെയിലായി എന്നുള്ള ഒരു സർക്കംസ്റ്റൻസസ് ഉണ്ടായിരിക്കണം. ഇനി അത് കഴിഞ്ഞ് ആ ഒരു ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്തതിന് ശേഷം കൺട്രോളർ സാറ്റിസ്ഫൈഡ് ആകുകയാണ്, ഇതിപ്പം മനഃപൂർവ്വം അല്ല ഇവരിത് പേ ചെയ്യാതിരുന്നത്, അൺഇൻറ്റൻഷണലായിട്ടാണ്, അവിടെ അൺഡ്യൂ ഡിലേ ഒന്നും വന്നിട്ടില്ല എന്ന് അവർക്ക് തോന്നി, അവിടെ ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യാനായിട്ടും, അതായത് രജിസ്ട്രേഷന് വേണ്ടി 18 മാസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യുന്നതിനും ഇവർ പ്രത്യേകിച്ച് ഡിലേ ഒന്നും വരുത്തിയില്ല. അങ്ങനെയൊക്കെ ഈ ഒരു ആർക്കാണ്, കൺട്രോളർ സാറ്റിസ്ഫൈഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഹി ഷാൽ അഡ്വർടൈസ് ദ ആപ്ലിക്കേഷൻ ഇൻ ഒഫീഷ്യൽ ഗസറ്റിൽ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടും പറ്റും, പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ഒരു രജിസ്ട്രേഷൻ കൊടുത്ത്, അപ്പം അത് പബ്ലിഷ് ചെയ്യുമ്പോഴും എന്താണ്, അതിൻ്റെ എന്തെങ്കിലും ഒപ്പോസിഷൻ, ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾ ഈ ഒപ്പോസിഷനായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഗ്രൗണ്ട്സ് അവിടെ വരാം? അവിടെയും 2 കാര്യങ്ങളാണ് ഗ്രൗണ്ട് വരുന്നത്. ഇപ്പം നമ്മൾ ഈ കൺട്രോളർ എന്തിനൊക്കെ സാറ്റിസ്ഫൈഡ് ആകണം എന്ന് പറഞ്ഞല്ലോ, അതേ തന്നെയാണ് ഗ്രൗണ്ടായിട്ട് പറയുന്നത്. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു റിന്യൂവൽ ഫീ പേ ചെയ്യാതെ ഇരുന്നത് അൺഇൻറ്റൻഷണലി അല്ല, ഇൻറ്റൻഷണലി ആണ് എന്നുള്ളൊരു ഗ്രൗണ്ട് കാണിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗ്രൗണ്ട് എന്താണ്, ഇവിടെ ഈ ഒരു അൺഡ്യൂ ഡിലേ ഉണ്ടായിട്ടുണ്ട്, ഈ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യാനായിട്ട് അൺഡ്യൂ ഡിലേ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ 2 ഗ്രൗണ്ട്സ് കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒപ്പോസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റഡ് പേഴ്സൺ ഒപ്പോസിഷൻ റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോളർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആപ്ലിക്കൻറ്റിനും അതുപോലെ തന്നെ ഒപ്പോണൻറ്റിനും ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് കേൾക്കാൻ വേണ്ടി. അത് കൊടുത്തതിന് ശേഷം ഈ ഒരു കാര്യം ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇനി ആപ്ലിക്കൻറ്റിൻ്റെ ഫേവറിലാണ് കൺട്രോളർ ഡിസൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഹി മേ ഇമ്പോസ് കോമ്പൻസേഷൻ ഫോർ പേഴ്സൺ ഹു ഹാവ് ബിഗൺ ടു മേക്ക് യൂസ് ഓഫ് ഇൻവെൻഷൻ. എന്ന് പറഞ്ഞാൽ ആരാണോ ആ ഒരു ഇൻവെൻഷൻ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നോക്കിയത് അയാളുടെ മേൽ ഒരു കോമ്പൻസേഷൻ അവിടെ ഇമ്പോസ് ചെയ്യും. ഈ ഒരു ആപ്ലിക്കൻറ്റിൻ്റെ ഫേവറിലായിട്ടാണ് കൺട്രോളർ ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി പേറ്റൻറ്റിക്ക് പേറ്റൻറ്റ് എന്നൂടെ പറ്റും. ഓൾസോ ലോസസ് ഇസ് റൈറ്റ് ടു സ്യൂ ഫോർ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് എ പേറ്റൻറ്റ് കമ്മിറ്റഡ് ബൈ എനി പേഴ്സൺ ഡ്യൂറിങ് ദി പീരീഡ് വെൻ ദ പേറ്റൻറ്റ് വാസ് നോട്ട് ഇൻ ഫോഴ്സ്. അതായത് പേറ്റൻറ്റ് ഫോഴ്സിൽ ഇല്ലാതിരുന്ന സമയത്ത് ആ ഒരു പീരീഡിലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പേറ്റൻറ്റിന് ഇൻഫ്രിഞ്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ പേറ്റൻറ്റിക്ക് റൈറ്റ് ടു സ്യൂ എന്നുള്ളൊരു റൈറ്റും അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. ലാപ്സ് ഓഫ് പേറ്റൻറ്റ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ലാപ്സ്ഡ് പേറ്റൻറ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആ ഒരു ടേം ഓഫ് പേറ്റൻറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ ബാലൻസ് ടോപ്പിക്സിനെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.